അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ചാലോ? അപ്പൊ നമ്മളുടെ ഈ മാങ്ങേനെ നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് നൈസൊന്നും വേണ്ട. ഞാനിവിടെ ഭയങ്കര അലമ്പായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ വെച്ചെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നത് കൊണ്ട് അത്രയും ഭംഗിയായിട്ടൊന്നും അരിഞ്ഞില്ല. തൊലിയെല്ലാം നല്ല പോലെ കട്ടിയുള്ളത് കൊണ്ട് അതിനനുസരിച്ച് തൊലിയൊക്കെ ഞാൻ നീക്കം ചെയ്തായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഒരു പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തത്. അതും അങ്ങാടി മുളകാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു ഇഞ്ചി. അപ്പോൾ അതൊരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്ത് അല്പം പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. നല്ല രുചികരമായ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ജ്യൂസാണ്. ഇപ്പം മാങ്ങയൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്ന ജ്യൂസാണെന്ന് തോന്നുന്നു. കാരണം ഞാനിത് ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. പലരും ഇത് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടല്ല ഇത് കാണിക്കുന്നത്. എനിവേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ. Take